നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ അലീന കൃഷ്ണമോളുടെ പിണക്കം മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. കൃഷ്ണമോൾ പറഞ്ഞ് എന്നാലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു. അത് പിന്നെ മോളെ, രോഹിത്തിനെ അങ്ങോട്ട് പോകേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവനെ അവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണ അവന് പറയാനായിട്ട് ബാക്കി വെച്ചൊരു കാര്യം അതവിടെ പറയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രോഹിത്തിനെ കൊണ്ട് പോയത്. അല്ലാതെ മോളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അതിന് എന്നെയും കൂടെ കൊണ്ടുപോയാൽ എന്തായിരുന്നു? ഞാൻ ആ മൂലയ്ക്ക് എവിടെയെങ്കിലും വന്ന് നിൽക്കുമായിരുന്നല്ലോ. സാരമില്ല, ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ശരി, എന്തേലും ആട്ടെ, പോയ കാര്യം എന്തായി? അതോ, പോയ കാര്യങ്ങളൊക്കെ നടന്നെന്ന് പറഞ്ഞു. നടന്നോ? ഇപ്പോൾ സമാധാനമായത്. അല്ല, അവർ വഴക്കൊന്നും പറഞ്ഞില്ലേ? രോഹിത്തേണ്ണെ കണ്ടു കഴിഞ്ഞപ്പോൾ ചീത്തയൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ഒരു ചെറിയ വഴക്ക് പോലും പറഞ്ഞില്ലേ? ഇല്ല. കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു. എടി അമ്പടി കള്ളി, അപ്പം എന്നെ ചീത്ത പറയണായിരുന്നല്ലേ എന്ന് രോഹിത്ത് ചോദിച്ചു. ഞാൻ പ്രതീക്ഷ എന്തെങ്കിലും ചീത്ത പറയുന്ന. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവർ നല്ല സ്നേഹത്തോടെ ഇടപെട്ടെ. നമ്മൾ വിചാരിക്കും വലിയ കാറും ബംഗ്ലാവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നന്മയും കാര്യങ്ങളും ഉണ്ടായിരിക്കുള്ളെന്ന്. അതൊക്കെ വെറും തോന്നലാ മോളെ, അങ്ങനെയൊന്നുമില്ല. അതിലൊന്നും അല്ല കഥ ഇരിക്കുന്നേ, അറിയാലോ. അവരുടെ മനസ്സിൽ നന്മയുണ്ട്. അവരതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ ട്രീറ്റ് ചെയ്തേന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. കഴിക്കാനും കുടിക്കാനും എന്തെങ്കിലുമൊക്കെ തന്നോ? പിന്നെ ചായയും സ്വീറ്റ്സും ഒക്കെ തന്നു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് സന്തോഷമായി. കൃഷ്ണമോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇപ്പോൾ കുടിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ലൈം ജ്യൂസ് മതി, എനിക്ക് ചായ മതി എന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ ഏതിലും ഒന്ന് തീരുമാനിക്കുക. ഇതിന് എനിക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റില്ല, എങ്കിൽ ലൈം ജ്യൂസ് മതി എന്ന് പറഞ്ഞു. കൃഷ്ണമോൾ പറഞ്ഞു, എങ്കിൽ പിന്നെ ചായ എടുക്കാം. അമ്പടി, എന്താ ചായ എടുക്കാന്ന് പറഞ്ഞേ? അല്ല, അതാകുമ്പോൾ പിന്നെ വിദേശം ഉണ്ടാക്കി വെച്ചിട്ട് എടുത്തോണ്ട് തന്നാൽ മതിയല്ലോ. രോഹിത്ത് പറഞ്ഞു, കണ്ടില്ലേ അവളുടെ കള്ളത്തരം എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോള് ചായ എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന ബബിതയുടെ മുറിയിലേക്ക് വന്നു. ബബിത തിരക്കിട്ട് ഡ്രസ്സൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുകയാണ്. അലീന ചെന്നിട്ട് ചോദിച്ചു, ഭയങ്കര തിരക്കിലാന്ന് തോന്നല്ലോ. അതെ, ഇച്ചിരി ജോലി തിരക്കില്ല, കുറച്ച് പണിയുണ്ട്, ഇത് തീർക്കാനുള്ള തന്ത്രപ്പാടില്ല. അങ്ങനെയാണല്ലേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ പോയേക്കാം. അല്ല, എന്താ അലീന ചേച്ചി? അല്ല, വെറുതെ ഞാൻ വന്നെന്നുള്ളൂ ഇങ്ങോട്ടേക്ക്. അല്ല, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ല. അതെന്തേലും ആട്ടെ, തിരക്കാണെ പിന്നെ ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, അങ്ങനെ അങ്ങോട്ട് പോയല്ലേ, പോയ കാര്യം എന്താന്ന് പറഞ്ഞില്ല. അതോ തിരക്കല്ലേ നിനക്ക്? അതൊന്നും കുഴപ്പമില്ല. കാര്യം എന്താ വെച്ചാൽ പറ. പോയിട്ട് എങ്ങനെയായി? രോഹിത്തേണ്ണ അടി മേടിച്ചോ? അടി മേടിക്കാനാ ഞാനുള്ളപ്പോഴാ. ഇല്ല, എന്നാലും അവരെന്തേലും വഴക്ക് പറഞ്ഞ് കാണുമല്ലോ. ഈ പറയുന്ന ശരണ്യക്ക് ആങ്ങളമാരൊക്കെ ഉണ്ടല്ലോ, അവർ വെറുതെ ഇരിക്കില്ലല്ലോ. രോഹിത്തേണ്ണെ കാണുമ്പോഴത്തേനും എന്താണെങ്കിലും വയലൻ്റ് ആവും. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഉണ്ടായില്ലേ? അതെന്താ അങ്ങനെ? ഒരു ചെറിയ അടി പോലും കൊടുത്തില്ല. ഒരു ചെറിയ അടി പോലും കൊടുത്തില്ല. ഒരു വഴക്ക് പോലും പറഞ്ഞില്ല. വഴക്ക് പോലും പറഞ്ഞില്ലാന്നേ. അതെങ്ങനെ സംഭവിച്ചു? ബബിതയ്ക്ക് അത്ഭുതമായിരുന്നു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അവരൊക്കെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് തന്നെയാ രോഹിത്തിനോട് പെരുമാറിയത്. ബബിത പറഞ്ഞു, അതൊരു നല്ല കാര്യമാണല്ലോ. എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ അവരെന്താണെങ്കിലും പല വഴക്കൊക്കെ ഉണ്ടാക്കുന്ന. പിന്നെ ഇനിയിപ്പോൾ തല്ലും വഴക്കം ഉണ്ടാക്കിയാൽ പോലും അതിനെയൊക്കെ നേരിടാനായിട്ട് ഒരാളുണ്ടല്ലോ, പരിചയം പോലെ മുന്നിൽ കയറി നിൽക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോഴേക്കും അലീന ചിരിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബബിത പറഞ്ഞു, അതെ, വന്നു കഴിഞ്ഞൊരു ചായ എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. കൃഷ്ണമോള് ചായ എടുക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചായ സ്വീറ്റ്സൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞു. പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബബിത അടുക്കളയിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അലീനെ വിളിച്ചു. അതെ, ഒരു കാര്യമുണ്ട്. എന്താ? ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറഞ്ഞു. അല്ല, ഇതെന്താ? ഒരു കവറങ്ങ് നീട്ടുകയാണ്. ഇത് പിടിക്കുക. എന്താന്ന് വെച്ചാൽ പറ. അതെ, നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്നും വാങ്ങി തന്നിട്ടില്ലോ. അപ്പം ഇത് നിനക്ക് വേണ്ടി മാത്രം ഞാൻ വാങ്ങിയതാന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ, എങ്കിൽ അത് അവിടെ എങ്ങനെ വെച്ചേക്കാൻ ബബിത വലിയ താല്പര്യം ഇല്ലാത്ത മട്ടി പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അവിടെ വെക്കാനോ? എവിടെ? ഇത് പിടിക്കുക. പിടിക്കേണ്ട കാര്യമില്ല, അങ്ങോട്ടേക്ക് വെക്ക്. പക്ഷെ അലീന വെച്ചില്ല. ബബിതയുടെ കയ്യിൽ തന്നെ കൊടുത്തു. അല്ല, തുറന്നു നോക്കുന്നില്ലേ അത്? ഇപ്പം എനിക്ക് സമയമില്ല, കുറച്ച് തിരക്ക് പണിയാ, പിന്നെ ഞാൻ തുറന്നു നോക്കിക്കോളന്ന് ഒരു ഒഴുക്കം മട്ടി പറഞ്ഞു. അലീനയ്ക്ക് സങ്കടമായി. അലീന ഇങ്ങനെ നോക്കി. പിന്നീടൊന്നും മിണ്ടാതെ കൂടെ ഇറങ്ങിപ്പോയി. അലീന മുറിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ബബിത ഓടിപ്പോയി ആ കവർ തുറന്ന് നോക്കുവാണ്. അതിൻ്റെ അകത്തൊരു ചുരിദാറിൻ്റെ ടോപ്പായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബബിതയ്ക്ക് അത്. ബബിതയെ നെഞ്ചോടി ചേർത്ത് പിടിക്കുകയാണ്. ഇത്രയും സമയം എന്താണെന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അലീനയുടെ മുമ്പിൽ അത് കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രമാണ് ബബിത ദേഷ്യമൊക്കെ ഭാവിച്ചങ്ങനെ നിന്നത് പോലും.
കുറച്ച് കഴിഞ്ഞപ്പം അലീന ബാലേന്ദ്രനുള്ള മെഡിസിനൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനുള്ളതുകൊണ്ടാണല്ലോ മാഡം ഇങ്ങോട്ടേക്ക് വരാത്തേ. ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ കാണത്തുള്ളൂ എന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, എങ്ങോട്ട് പോകാനായിട്ട്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല അച്ഛാ. എനിക്ക് അച്ഛൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ. എനിക്ക് ഇവിടുന്ന് പോകണം. ഞാൻ കാരണം ഇനി ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ല. നീ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന് നീ എന്തൊക്കെയാ അലീനെ പറയണത്? അച്ഛനറിയാലോ, ഞാൻ ഒത്തിരി ഒന്നും മോഹിച്ചല്ല ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ എൻ്റെ നാവിൽ തുമ്പിത് ആ രഹസ്യം ചോർന്നുപോയി. ഒരിക്കലും ഈ കുടുംബത്തിലുള്ള ആരും അറിയാൻ പാടില്ലായിരുന്നു. അറിയല്ലെന്ന് വിചാരിച്ചോ അവർ തന്നെ ആദ്യം ഈ കാര്യങ്ങൾ അറിഞ്ഞു അച്ഛന്. പക്ഷേങ്കിൽ അതിന് ശേഷം വേണ്ടച്ച, ഞാൻ കാരണം ഈ കുടുംബം തരാൻ പാടില്ല. കുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മയും വേണം. ഓഹോ, അപ്പം നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ശരിയാവുന്നാണോ നീ പറയണേ? എനിക്ക് ഉറപ്പുണ്ടച്ച ശരിയാവും. പിന്നെ ശരിയാകും പോലും. എടി ഇത്രയും വർഷം എന്നെ ചതിച്ചോള വൈജ. എന്നിട്ട് അവൾക്ക് ലെവലേശം കുറ്റബോധം ഉണ്ടോ? അവൾ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നേ. ഞാൻ അവളുടെ കാല് പിടിക്കണം പോലും. അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. ഇപ്പോഴും ജയിച്ച് നിൽക്കുന്ന ആൾ അച്ഛനാ. ഞാൻ ഇവിടുന്ന് പോയാലും ജയിക്കാൻ പോകുന്ന ആൾ അച്ഛനാണ്. കാരണം അച്ഛൻ എപ്പോഴും പറയില്ലേ, അച്ഛൻ്റെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രം അതൊരിക്കലും മാഡത്തിന് താങ്ങാൻ പറ്റില്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് അച്ഛനെ എപ്പോഴും ജയിക്കത്തുള്ളൂ. മാഡം ജയിക്കാനൊന്നും പോകത്തില്ല. അതുകൊണ്ട് അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവളല്ലേ? ഓ, അപ്പം നീ അങ്ങ് തീരുമാനം എടുത്തില്ലേ? എൻ്റെ മോളെ, നീ ഉള്ളതുകൊണ്ടാണ് ഈ കുടുംബം എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കുടുംബം മുന്നോട്ട് പോകത്തില്ലായിരുന്നു. നീ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? നീ എൻ്റെ മോളല്ലേ? നിന്നെ ഞാൻ അങ്ങനെയല്ലേ കണ്ടിരിക്കുന്നു. അന്യായിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അന്നോട്ട് ഇന്ന് വരെ അങ്ങനെയല്ലേന്ന് ചോദിച്ചു. അതെ അച്ഛാ, അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് അച്ഛൻ്റെ തീരുമാനം ഞാൻ ഓരോ കാര്യത്തിനും ഞാൻ ചോദിക്കുന്നത്. എനിക്കിവിടുന്ന് പോണേലും എവിടേക്ക് പോകണമെങ്കിലും അച്ഛൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ. നീ എന്തിനാ മോളെ ഇവിടുന്ന് പോകുന്നേ? നിനക്ക് ഇവിടെ നിന്നൂടെ? അത് ശരിയാകത്തില്ല അച്ഛാ, ഞങ്ങളൊരാളോ കാണത്തുള്ളൂ. എടി, അതിന് നീ ഇവിടുന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ വൈജയുടെ. അവൾ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ ഓരോടത്തേക്കും പോകണ്ടെന്ന് പറഞ്ഞു. പോണ വച്ചാ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും ഞാൻ സൂക്ഷിക്കേണ്ട രഹസ്യം ഞാൻ സൂക്ഷിക്കണമായിരുന്നു. അതെൻ്റെ കൈവിട്ട് പോയില്ലേ മോളെ. അതിനിപ്പോൾ കൃഷ്ണമോൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ നിൻ്റെ അമ്മ ആരാന്നുള്ള കാര്യം. നിൻ്റെ അച്ഛൻ ഞാനല്ലെന്നുള്ള കാര്യം കൃഷ്ണമോൾക്കല്ല അറിയത്തുള്ളൂ. കൃഷ്ണമോൾക്ക് മാത്രമല്ല, പിന്നെയോ ഇപ്പം രോഹിത്തിനും അറിയാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഒന്ന് ഞെട്ടി ബാലേന്ദ്രൻ. ആര് പറഞ്ഞു അവനോട്? ആരവനോട് പറഞ്ഞ? അത് ഞാൻ ആരോട് ചോദിച്ചിട്ട് പറഞ്ഞു? നിന്നോട് ആരാ പറഞ്ഞു അവനോട് പറയാനായിട്ട്? ബാലേന്ദ്രന് ദേഷ്യമായി. ബാലേന്ദ്രൻ പറഞ്ഞു, അപ്പം നീ അങ്ങ് സ്വയം തീരുമാനം എടുത്തു. തന്നെ ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയില്ലേ? പോയിക്കോ, എങ്ങോട്ട് വേണേലും പോയിക്കോ. എനിക്ക് നിന്നെ ഇനി കാണാൻ പോലും വേണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ ഞാനൊന്നും പറഞ്ഞോട്ടെ? വേണ്ട, കൂടുതലൊന്നും പറയണ്ട. നിന്നെ ഞാൻ മോളായിട്ടാ കണ്ടിരുന്ന ഇത്രയും കാലം. എന്നിട്ടോ അവനോട് നീ പറഞ്ഞിരിക്കുന്നു എൻ്റെ മോളല്ല നീ എന്നുള്ള കാര്യങ്ങൾ. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. നിന്നെ ഞാൻ സ്നേഹിച്ചു വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടല്ലേ? അച്ഛന് അസുഖമുള്ളതല്ലേ അച്ഛാ, മിണ്ടരുത് നീയ, എനിക്ക് കാണുക പോലും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ അലീന സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പോന്നു. ആ സമയം ബബിത അങ്ങോട്ടേക്ക് വരുന്നേ. ബബിത വന്നിട്ട് ചോദിച്ചു, എന്താ അലീന ചേച്ചി, എന്താ കരയണേ? കരഞ്ഞോ? ഞാനോ? എപ്പം? എന്തിന്? വെറുതെ കള്ളത്തരം പറയണ്ട, എല്ലാം ഉള്ളിലൊതുക്കി വെച്ച് നടന്നു. അച്ഛൻ എന്തേലും വഴക്ക് പറഞ്ഞ? ഇല്ല. അല്ല, ഇനി എന്തേലും പറഞ്ഞപ്പോഴും ആരോടും പറയത്തില്ലല്ലോ. സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കുമല്ലേ ചെയ്യത്തുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരോടെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല മോളേന്ന് പറഞ്ഞു. അതങ്ങനെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബാബിത നേരെ കൃഷ്ണമോളുടെ രോഗത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. അലീന മുറിയിലേക്ക് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ബബിത പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. രണ്ടുപേരും തിരക്കിലാണോ? പറഞ്ഞോളാൻ രോഹിത്ത് പറഞ്ഞു. അലീന ചേച്ചി ഇപ്പോൾ കരയുന്ന കണ്ടു. എനിക്ക് തോന്നുന്നു അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നാ. കൃഷ്ണമോൾ പറഞ്ഞു, ശരിയാ, ചിലപ്പോൾ അലീന ചേച്ചി പറഞ്ഞാണ് ഇവിടുന്ന് പോകണമെന്ന്. അച്ഛൻ തടഞ്ഞു കാണും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അലീന ചേച്ചി കരഞ്ഞിട്ടുണ്ടായിരിക്കുക. ബബിത പറഞ്ഞു, അതിനെന്തിനാ അലീന ചേച്ചി പോണേ? ഇവിടുന്ന് പോകേണ്ട കാര്യമുണ്ടോ? അലീന ചേച്ചിക്ക് ഇവിടെ നിന്നാൽ പോരെ? കൃഷ്ണമോൾ പറഞ്ഞു, അതെ, പക്ഷെ അലീന ചേച്ചിക്ക് താല്പര്യം കാണത്തില്ല. അലീന ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്നല്ല പറഞ്ഞേ, അതുകൊണ്ടായിരിക്കും. എന്നാലും അലീന ചേച്ചി എന്തിനാ പോകുന്നത്? അച്ഛൻ്റെ മോളല്ലേന്ന് ചോദിച്ചു.
അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അതിന് അലീന ചേച്ചി അച്ഛനെ മോളല്ലല്ലോ. അല്ലേ എന്ന് ഭവതി ചോദിച്ചു. അങ്ങനെയല്ലോ പറഞ്ഞേ, അച്ഛനെ മോളാന്നാണല്ലോ, പിന്നെന്താ ഇപ്പം ഇങ്ങനെയെന്ന് ചോദിച്ചു. ഒരു നിമിഷം കൃഷ്ണമോള് ഭവിതയെ നോക്കണം. അതുപോലെ തന്നെ രോഹിത്തും. ഭവിതയ്ക്കൊന്നും മനസ്സിലായില്ല ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താന്ന്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.